ഞാൻ അതിരാവിലെയാണ് ഇത്തരം ഗ്രാമങ്ങളുടെ കാഴ്ചകൾ കാണാൻ ഞാൻ ഇറങ്ങാറുള്ളത്. തണുപ്പ് കാലത്താണെങ്കിൽ പ്രത്യേകിച്ച് ഒരു നല്ലൊരു തണുപ്പും ഒരു ജാക്കറ്റിനുള്ളിൽ ചെറിയൊരു ചൂടുമൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ട് ഇത്തരം ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കുറേ അധികം കാഴ്ചകളുണ്ടാവും. രാവിലെ പാല് കറക്കുന്നവർ, ആ പാല് ശേഖരിക്കാൻ വന്നവർ, അപ്പുറത്തെ വീട്ടിലേക്ക് പാല് വാങ്ങാൻ പോകുന്നവർ, ഇതിലൊന്നും കൂടാതെ ഇങ്ങനെ ഈ പഞ്ചായത്തുകളിൽ അവരുടെ ചെറിയ സൊറകളൊക്കെ പറഞ്ഞ് ഈ ഹുക്ക വലിച്ചിങ്ങനെ ഇരിക്കുന്നത്. കാരണം അവിടെ ഒരു ഒരു കാടിനുള്ളിലുള്ളൊരു ഗ്രാമമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറേ എലമെൻസിൽ പെട്ടതാണ് ഒരു കാട്, മണ്ണ്, മനുഷ്യൻ. ഇതൊരു താളാത്മകമായ അതെ പ്രയോഗമാണ്. അത് തീർച്ചയായും. യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ഗ്രാമമാണ് ഈ ബഗ്ഗ എന്ന് പറയുന്ന ഗ്രാമം. അതിന് ചാർപ്പായി എന്നാണ് പറയുക. പായി എന്ന് പറഞ്ഞാൽ 4 കാലുകളുള്ളത് എന്നാണ് അർത്ഥം. ഈ ചാർപ്പായി എന്ന ഈ കട്ടിലിന് 5000 വർഷത്തിലേറെ പ്രൗഢമായ ചരിത്രമുണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇബ്നു ബത്തൂത്ത, അദ്ദേഹം 1300-കളിലാണ് തോന്നുന്നു യെസ്. നമ്മുടെ രാജ്യം സന്ദർശിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ ഒരു മുറിയിൽ ഈ കട്ടിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടിയുടെ വീട്ടിൽ ഞാനും പോയി, രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള ഒരു സർക്കാർ സ്കൂൾ കാണാൻ പറ്റുമോ, എന്താണ്? അപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു 3 മുറികളുള്ളൊരു സ്കൂളാണ്. അതിലൊരു മുറിയിൽ ഒരു വളരെ ചെറിയൊരു മുറി അവിടുത്തെ ഓഫീസാണ്, മറ്റൊരു മുറി അംഗനവാടിയാണ്, മൂന്നാമത്തെ മുറിയിൽ അവിടുത്തെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പിന്നെ ഗോതമ്പ് കൂട്ടിയിട്ടിട്ടുണ്ട്, സ്കൂളിലെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മുറിയിൽ ഒരു ബെഞ്ച് ഡെസ്ക് പോലും ഇല്ല, ഒരു സിമൻറ്റ് തറയാണ്. അവിടെയാണ് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യം, അതിരാവിലെ എഴുന്നേറ്റ് വേണം ഈ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾ ടോയ്ലറ്റിൽ പോകാൻ. കാരണം ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. പകരം അവരുടെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഞാൻ ഈ അടുത്താണ് അറിയുന്നത് മീറാസികൾ എന്ന് പറയുന്ന ഒരു കുടുംബം ഉണ്ട് എന്ന്. ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ മീറാസികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതൊരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുലത്തൊഴിലാണ് കല്യാണം വിളിക്കുക എന്ന്. നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത ഒരു തൊഴിൽ.